السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ പള്ളിയിൽ വരാനും നിങ്ങളെയൊക്കെ കാണുവാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. 2016-17 വർഷമാണെന്ന് എൻ്റെ ഓർമ്മ. അന്ന് കുറച്ച് മാസങ്ങൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. കുറേ ആളുകളെ ഓർക്കാൻ കഴിയുന്നുണ്ട്, ചില മുഖങ്ങൾ കാണുമ്പോൾ പ്രത്യേകിച്ചും. ചില ആളുകളെ പിന്നീട് കണ്ടിട്ടുമുണ്ട്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തും റഹ്മത്തും പരസ്പരം മവദ്ദത്തും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതം അള്ളാഹുവിന് വേണ്ടിയുള്ളതും നമ്മുടെ സന്തോഷത്തിനും കുടുംബത്തിൻ്റെ സന്തോഷത്തിനും ജനങ്ങൾക്ക് വേണ്ടിയും അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, മഹാനായ അക്ബർ ചക്രവർത്തി മുഗള ഭരണകൂടത്തിലെ അറിയപ്പെട്ട, പലതുകൊണ്ടും അറിയപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരം അലങ്കരിക്കാൻ ഒരുപാട് ദാർശനികരും മഹാന്മാരായ കാലഘട്ടത്തിലെ ബുദ്ധിജീവികളായ ആളുകളും ജ്ഞാനികളും തത്വചിന്തകരും എല്ലാം ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നൊരു പേരാണ് ബീർബൽ. അദ്ദേഹത്തിൻ്റെ കൊട്ടാരം അലങ്കരിച്ചിരുന്ന മഹാനായ ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തോട് അക്ബർ പറഞ്ഞു, ചക്രവർത്തി പറഞ്ഞു, ഏത് സന്ദർഭത്തിലും പ്രയോഗിക്കാൻ പറ്റിയ ഒരു വാക്ക് പറയണം, ഒരു പ്രസ്താവന നടത്തണം. അപ്പൊ അദ്ദേഹം വളരെ ആലോചനയ്ക്ക് ശേഷം പറഞ്ഞൊരു വാക്ക്, ഈ സമയവും കടന്നു പോകും. അതിന്റെ പ്രത്യേകത, അദ്ദേഹം ആവശ്യപ്പെട്ടത് സന്തോഷത്തിന്റെ നേരത്ത് അത് പറയാൻ പറ്റണം, ദുഃഖത്തിന്റെ നേരത്തും അത് പറയാൻ പറ്റണം. അപ്പോ അതൊരു സത്യസന്ധമാണ്. ദുഃഖം വരുമ്പോൾ നമ്മൾ ആ കാലം കടന്നു പോകുമ്പോൾ ഒരു പ്രതീക്ഷയാണ്. സന്തോഷത്തിന്റെ കാലത്ത് അധികമായി കടന്നു കയറി നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. അക്കാലം കഴിഞ്ഞ് ദുഃഖത്തിന്റെ കാലം വരും എന്ന് അദ്ദേഹം കുറിച്ചു കൊടുത്തു അക്ബർ ചക്രവർത്തിക്ക്. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക. സത്യത്തില് നമ്മളെ ഈ കാലം കഴിഞ്ഞു പോകും. ഇത് സന്തോഷത്തിൻ്റെതാണെങ്കിലും ദുഃഖത്തിൻ്റെതാണെങ്കിലും നാം ജീവിക്കുന്ന ഈ കാലം കഴിഞ്ഞു പോകും, അല്ലേ? നമ്മുടെ ഉമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട വാക്ക്, അഅ്മാറു ഉമ്മത്തി മാ ബൈന സിത്തീന വ സബഈന, 60-നും 70-നും ഇടയിൽ. പുതിയ കാലത്ത് പുതിയ ആരോഗ്യ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊക്കെ ഇങ്ങനെ കുറച്ചുകൂടി കാലം ജീവിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ്.
പക്ഷെ കോവിഡാനന്തരം നമുക്ക് ബേജാറുള്ള ഒരു കാലത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. അതുവരെ ഒരു പ്രശ്നമില്ലാത്ത ആളുകള് അദ്ദേഹത്തിന്റെ മരണവാർത്ത സ്ട്രോക്കായിട്ട് അല്ലെ വേറെ എന്തെങ്കിലും ചെറിയ ഒരു പ്രത്യേകിച്ച് പറയത്തക്ക ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളൊന്നും ഇല്ലാത്തയാള് മരണപ്പെട്ടു പോവാണ്. അപ്പൊ എല്ലാവർക്കും വന്നു ചേരേണ്ട ജീവിതത്തിലെ ഒരു അനുഭവം, ഒരു സത്യം നമ്മൾ സ്വകാര്യമായി ഇങ്ങനെ പറഞ്ഞാലേ, നമ്മളിപ്പോ ഇന്നൊരു ജനാസയിൽ പങ്കെടുത്തിണെങ്കിൽ ആ ജനാസ കഴിഞ്ഞ് പോരുമ്പോൾ അല്ലെങ്കിൽ ആ വിവരം അറിഞ്ഞാല് നമ്മൾ പറയേണ്ട ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ തെർജിയൊക്കെ നമ്മൾ ചൊല്ലും. അതൊക്കെ കഴിഞ്ഞിങ്ങനെ പോരുമ്പോ അയാൾ മരിച്ചു, ചെറുപ്പക്കാരനാണെങ്കിൽ അതിൽ നമ്മൾ കുറച്ചുകൂടി പ്രയാസത്തോടെ പറയും. അപ്പോ അവര് എന്നതിലപ്പുറമായി നമ്മിലേക്ക് പലപ്പോഴും ആ ആലോചന ഗൗരവത്തോടെ കടന്നു വരാറുണ്ടോ എന്ന് ഞാനും നിങ്ങളും ഒക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം. നമ്മളിങ്ങനെ വെറുതെ ഒരുപാട് ആളുകള് അവരുടെ നമുക്ക് മരണത്തിന് ആഘോഷങ്ങളില്ല, ഘോഷയാത്രയില്ല, പാട്ടുപാടലില്ല, ബാൻഡ് വാദ്യങ്ങളില്ല, ഒന്നുമില്ലല്ലോ. ഇതൊക്കെ നടത്തിയിട്ട് മതാചാരപ്രകാരവും അല്ലാതെയും ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം അല്ലെ എൻ്റെ മരണം എങ്ങനെയായിരിക്കും എന്ന് മുൻകൂട്ടി കാണാൻ താല്പര്യപ്പെട്ട ഒരുപാട് ആളുകളെ നമുക്കറിയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ മരണ വാർത്ത നാട്ടിൽ പ്രചരിക്കും. അതിനൊരു സമയമുണ്ട്. ആ സമയം ഒരിക്കലും മുന്നോട്ടോ പിന്നോട്ടോ ആവില്ല. കൃത്യമായൊരു സമയമുണ്ട് നമുക്കറിയാം. ആളുകൾ പറയും, അവിടെ കസേരകൾ നിരത്തും, വിവരങ്ങളെല്ലാം അറിഞ്ഞ് പല ആളുകളും പല രൂപത്തിലാ വരിക. അത് സങ്കടപ്പെട്ട് വരുന്നവരുണ്ട്, നമ്മളെ നന്മകൾ പറഞ്ഞു വരുന്നവരുണ്ട്. പല ആളുകളും നമ്മളെ വീട്ടിലേക്ക് വരും. സത്യസന്ധമായി ഗൗരവത്തോടെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ഭൗതികമായി നമ്മളിതൊന്നും അറിയണില്ല. എന്തൊക്കെയാ അവിടെ നടക്കുക, നമ്മൾ ഉറങ്ങിയാൽ അറിയാത്ത പോലെ. അങ്ങനെ തന്നെയാണല്ലോ പറയലേ, അൽഹംദുലില്ലാഹില്ലദീ അമാതന അഹ്യാന ബഅദമ അമാതന. അല്ലെ തിരിച്ചു നമ്മൾ പറയും അല്ലെ, ബിസ്മിക്കല്ലാഹു അഹ്യ വ അമൂതു. രണ്ടും ഉണ്ട്, അമൂതു വഹ്യ. നമ്മള് മരിക്കാണ്, ഉറക്കം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയണില്ല. അതിനേക്കാളും ഗൗരവപ്പെട്ടതാ ഈ മരണം എന്ന് പറയുമ്പോൾ. അങ്ങനെ നമ്മളെ ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയി, അല്ലെ എവിടെ നിന്നാണോ ജനാസ നിസ്കരിക്കുക ആ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളെ നേരെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മൾ കാഴ്ചക്കാരല്ല, നമ്മളെ കാണാൻ ആളുകൾ വന്നത്. അതിലൊരു പക്ഷേ സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മളെ ഏറ്റവും അടുത്ത ആത്മബന്ധമുള്ള കുടുംബത്തിലെ ആളുകൾക്ക് വിതുമ്പലുണ്ടാകും, സുഹൃത്തുക്കൾക്ക് നഷ്ടബോധമുണ്ടാകും, മക്കൾക്ക് ഉപ്പ നഷ്ടപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടാവും അതില്. അങ്ങനെ നമ്മളെ ആ ഖബറിലേക്ക് വെക്കും അല്ലേ. ബിസ്മില്ലാഹി അലാ മില്ലത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ദുആ പഠിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മളെ ആ മണ്ണിട്ട് ഇങ്ങനെ പോരണ നേരത്ത് നമ്മളിങ്ങനെ ആലോചിക്കുക, ജനാസ ഖബറിലേക്ക് വെച്ചിട്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം കൃത്യമായി ഇങ്ങനെ നമ്മളോട് പറഞ്ഞു. എന്താ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫനിൽ മയ്യിത്ത് ഇസ്തഗ്ഫിറു ലിമയ്യിതികും വസലൂ ലഹു തസ്ബീത ഫഇന്നഹുൽ ആന യുസ്അൽ. നമ്മൾ ഖബറിലെ ഒന്നാമത്തെ സമയം ആരംഭിക്കുക. അതിന്റെ ഹൗല്, അതിന്റെ ഭയാനകത ശരിക്ക് ഒരാൾ അതിൽ ഉണർന്നാൽ എന്തായിരിക്കുന്ന അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തില്. ബദിയുസ്സമാനുൽ ഹമദാനി എന്നറിയപ്പെടുന്ന ഒരു വലിയ സാഹിത്യകാരൻ, അദ്ദേഹത്തിന് പാമ്പിന്റെ വിഷമേറ്റു. അദ്ദേഹത്തെ എല്ലാവരും മരിച്ചു എന്ന് വിധി എഴുതി, കഫൻ ചെയ്തു, ജനാസ കഴിഞ്ഞു, അദ്ദേഹത്തെ കൊണ്ടുപോയി ലഹദിൽ വെച്ചു. ആളുകൾ പോന്നു. അദ്ദേഹത്തിന്റെ ബോധം തിരിച്ചു കിട്ടിയപ്പോ അദ്ദേഹം അലമുറയിടാൻ തുടങ്ങി. ആളുകൾക്ക് എന്തോ അതിൽ നടന്നു പോകുന്ന ആൾക്കൊരു പന്തികേട് തോന്നി. ഖബർ തുറന്നു നോക്കിയപ്പോ അദ്ദേഹം കിടക്കുന്നത് കിടത്തിയ പോലല്ല, മരിച്ചിട്ടുണ്ട്. അതിന്റെ ഭയാനകത കാരണം അദ്ദേഹം മരണപ്പെട്ട് കിടക്കുക. അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ താടിക്ക് പിടിച്ചിട്ടാണ് അദ്ദേഹം കിടക്കണെന്ന്. അപ്പൊ അത്ര നമ്മളിങ്ങനെ അവിടുന്ന് ഒരു ബോധം തിരിച്ചു കിട്ടുമ്പോ, പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ നമുക്കറിയില്ല, ഇതുവരെ പറഞ്ഞൊക്കെ നമുക്ക് അറിയാം, നമ്മൾ കണ്ടതാ. ആ ഖബറിനകത്ത് പിന്നീട്
എന്താ സംഭവിക്കാറില്ല. അവിടെ നമുക്കൊരു സിബാത്ത് വേണം. ഒരുപാട് ആളുകൾ എഴുതിയ, ഒരുപാട് ആളുകൾ, മഹാന്മാരായ പൂർവികരായ ആളുകൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതെന്താ? അവ്വലു ലൈലത്തിൻ ഫിൽ ഖബർ. അങ്ങനെ പറയേണ്ടയില്ല ശരിക്ക്. ആ കല്ലുകളൊക്കെ വെച്ചാൽ തന്നെ രാവും പകലും തിരിച്ചറിയാൻ അവിടെ വെളിച്ചമോ പിന്നെ ആ വെളിച്ചത്തിന് ശേഷം പ്രകൃതിപരമായി ഇരുട്ടോ വരുന്ന സമയമല്ല. അപ്പൊ ഒന്നാമത്തെ രാത്രി എന്ന് പറഞ്ഞാലും, ഒന്നാമത്തെ മണിക്കൂർ എന്ന് പറഞ്ഞാലും, ഒന്നാമത്തെ സെക്കൻഡ് എന്ന് പറഞ്ഞാലും അതിലെ അവസ്ഥ എന്തായിരിക്കും? വരുന്ന മലക്കളെ പറ്റി നമുക്കറിയില്ലല്ലോ. അപ്പൊ നമ്മളെ ഒറ്റക്ക, അതുവരെ എല്ലാവരും ഉണ്ടായിരുന്നു. വിളിച്ചു പറയാൻ, ഒന്നുറക്ക ഒച്ച വെക്കാൻ, ആരെങ്കിലും സഹായത്തിന് വിളിക്കാൻ ഇതിനകത്ത് ആരുമില്ല. അപ്പൊ നമുക്കൊരു തസ്ബീത്ത് വേണ്ടേ? ഒരു മനസ്സിന്റെ ഉറപ്പ് കിട്ടണ്ടേ? ആ ഉറപ്പ് കിട്ടാനാ നമ്മളോട് ദുആ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു തസ്ബീത്തിന് വേണ്ടി സലൂലഹു തസ്ബീത്ത്, നിങ്ങൾ ചോദിക്ക് തസ്ബീത്ത് അദ്ദേഹത്തിന് വേണ്ടി. കാരണം എന്താ? അദ്ദേഹം ഈ സമയത്ത് ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമാകാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ശരിക്ക് നമ്മള് നിസ്കാരത്തില് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, നമ്മള് സാധാരണ ഖബർ ശിക്ഷയെ പറ്റിയും നരക ശിക്ഷയെ പറ്റിയൊക്കെ നമ്മൾ ഈ ആദത്ത് ചെല്ലാറില്ലേ? അഭയം തേടാറില്ല പ്രിയപ്പെട്ടവരെ നമ്മള്. അപ്പൊ ശരിക്ക് ഈ ഖബറിലെ ശിക്ഷ എന്ന് പറഞ്ഞാല്, ചില ആളുകളൊക്കെ അങ്ങനെ വിചാരണക്ക് മുമ്പ് ലോക്കപ്പ് മർദ്ദനം ഉണ്ടാകില്ല എന്നൊക്കെ ഹദീസുകൾ നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞു പോയ ആളുകളുണ്ടായിരുന്നു. പക്ഷെ മുത്തവാത്തിറായ ഹദീസ് അംഗീകരിക്കും എന്നവർ പറഞ്ഞിരുന്നു. നാം മുത്തവാത്തിറായ ഹദീസ് ഒന്ന് കിടക്കുന്നത് ഖബറിലെ ശിക്ഷക്കാണ്. ഫിർഔനിന്റെ ശിക്ഷയെ പറ്റി പറഞ്ഞല്ലോ, രാവിലെയും വൈകുന്നേരവും അദ്ദേഹത്തിന് നരകം കാണിക്കപ്പെടും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു ബേജാറിന്റെ ഒരു അവസ്ഥ ഇതിനകത്ത് ഉണ്ടാകും. ഇപ്പൊ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അങ്ങനെ ഒരിക്കൽ പറയണേ, അദ്ദേഹം ഖബറിന്റെ അടുത്ത് ചെന്നാൽ അദ്ദേഹം കരയുന്ന, ഇബ്തല്ല ലഹിയത്തുഹു, കരഞ്ഞിട്ട് അങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അദ്ദേഹത്തിന് താടി ഇങ്ങനെ നനയും, അത്രയും സങ്കടപ്പെട്ടു പോകുന്ന അദ്ദേഹം. അപ്പൊ ആളുകൾ ഇങ്ങനെ ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ കരയാൻ കാരണം? അദ്ദേഹം പറഞ്ഞതിന് മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെന്താ? ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ ഖബറു അവ്വലു മനാസിലിൽ ആഖിറ ഫൈദാ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു. ആ ഖബറിലെ വിചാരണ കഴിഞ്ഞാൽ, അവിടുന്ന് രക്ഷപ്പെട്ടു പോന്നാൽ പിന്നെ ബാക്കിയുള്ളൊക്കെ എളുപ്പമാണെന്ന്. ഫമാ ബഅദഹു ഐസർ ഫഇല്ലം യൻജ ഫമാ ബഅദഹു അശദ്ദ മിൻഹു. അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നില്ലെങ്കിലോ പിന്നെ ഏറ്റവും പ്രയാസകരമായ അശദ്ദാണ്, ഒന്ന് ലളിതമാണ് ബാക്കിയുള്ളൊക്കെ, പിന്നെ അതിനേക്കാൾ കടുത്തതാണ് രക്ഷപ്പെട്ടില്ല എങ്കിൽ, സുഖമായി അവിടുന്ന് പോരാൻ പറ്റിയില്ലെങ്കിൽ. ഇനി നമ്മൾ ഇങ്ങനെ ആലോചിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ ഐസറാവോ? ഈ ചോദ്യം ചെയ്യലില് എളുപ്പമുള്ള ഹിസാബാവോ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യലാകോ അതിലുള്ളുന്നുണ്ടാവുക? വെളിച്ചല്ലോ, നമുക്കറിയില്ല എന്താണ്. നമുക്ക് കടുത്തതാവോ? നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലും കാര്യങ്ങളും നമ്മളെ വിശ്വാസവും നമ്മളെ ഉറപ്പും അവിടെ എളുപ്പമാക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ഇങ്ങനെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ സൂറത്ത് ഇബ്രാഹിമിൽ ഒരു വചനമുണ്ട്, 27-ാമത്തെ വചനം, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വയുളില്ലുല്ലാഹു അൽ-ളാലിമീൻ വയഫ്അലുല്ലാഹു മാ യശാ. അല്ലാഹു ഇഹത്തിലും പരത്തിലും തസ്ബീത്ത് നൽകും. ആർക്കാ? സത്യവിശ്വാസികൾക്ക്. ഈ ആയത്തിന് ഇമാം ഖുർത്തുബി ഒരു തഫ്സീർ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഖബറിലെ വിചാരണയും അദാബുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ആയത്ത് അതുമായി ബന്ധപ്പെട്ട, അതിന് മാത്രമല്ല എന്നുള്ള തഫ്സീറുകൾ എമ്പാടും നമുക്ക് ഇനി കാണാൻ കഴിയും. ഒരു തസ്ബീത്ത് കിട്ടും സത്യവിശ്വാസികൾക്ക് ഖബറിലെ വിചാരണ നേരത്ത്. അപ്പൊ ശരിക്ക് ഖബറിൽ മാത്രം മതിയോ നമുക്ക് തസ്ബീത്ത്? ശരിക്കും നമ്മൾ തസ്ബീത്തിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുക. തസ്ബീത്തെന്നോ സുബൂത്തെന്നോ സിബാത്തെന്നോ ഏത് വാക്കിൽ അറബിയിൽ പറഞ്ഞാലും ഒരു മനസ്സിന്റെ ഉറപ്പ്, ഒരു ദൃഢത, ഒരു മനോബലം, മനക്കരുത്ത്, അത് അവിടെ നിന്ന് മാത്രം കിട്ടിയാൽ മതിയോന്നുള്ള. ഇവിടുന്ന് അത് കൊണ്ടുപോകണം. അങ്ങോട്ട് പോകുമ്പോ ഇത് കൈവച്ച് പോകണം, നമ്മൾ സമ്പാദിച്ചു പോകണം എന്ന് തന്നെയാണ്. അപ്പൊ ഇതില് ഗൗരവമായൊരു ഉണർത്തൽ നമ്മൾ പലപ്പോഴും കേട്ടതാ.
പക്ഷെ അതിന്റെ കൃത്യമായ ഒരു വായന നമുക്ക് ഇടക്കിടക്കൊരാവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നില് തന്റെ അനിയൻ എന്ന് പറയാം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പിന്നിലിരിക്കുക, യാത്രയാ രണ്ടാളും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം, ഞാൻ നിനക്ക് മോനെ ഒരു കാര്യം പഠിപ്പിച്ചുതരാം. നീ അള്ളാഹനെ സൂക്ഷിക്കണം, എന്നാ അള്ളാഹു നിന്നെ കാത്തുകൊള്ളും. അങ്ങനെ നീ കാത്താലോ തെജിദുഹു തുജാഹക, നിന്റെ മുന്നിൽ ഇങ്ങനെ അള്ളാഹനെ കാണാം. അതിന് ശരിക്കും ഒരു ഗ്രഡേഷൻ അല്ലേ, ഒരു ഇങ്ങനെ ഉയർന്നുയർന്നു പോണ നിലവാരല്ലേ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ. നമ്മൾ നിസ്കാരത്തിന്റെ എല്ലാ ആരാധനന്റെ മാതിരി തന്നെ ചില ആളുകൾക്ക് അത് വളരെ കൃത്യമായിരിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ കേട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് പറഞ്ഞു, വൈദാ സഅൽത, നമുക്ക് ആ സുബൂത്ത് കിട്ടാൻ, ആ തസ്ബീത്ത് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട എന്താ? ഈ ചോദിക്കുകയാണെങ്കിൽ പടച്ചവനോട് മാത്രമേ ചോദിക്കാവൂ, റബ്ബിനോടെ ചോദിക്കാവൂ. നിന്റെ പ്രതീക്ഷ അവിടെയാണ്, നിന്റെ ബേജാറും അവിടെയാണ്, കിട്ടേണ്ട ഇടവും അവിടെ തന്നെയാണ്. അതുകൊണ്ട് നീ അള്ളാഹിനോട് മാത്രമേ ചോദിക്കാവൂ. പിന്നെ സഹായം തേടുകയാണെങ്കിലോ വൈദസ്തൻ അൻത, നീ സഹായം ചോദിക്കുകയാണെങ്കിലോ അതും അള്ളാഹിനോട് ചോദിക്കാവൂ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ പറയാം. നീ അറിയേണ്ടത്, ലോകത്തെ എല്ലാ ആളുകളും, മുഴുവൻ ആളുകളും നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ വിചാരിച്ചിരിക്കുക. എല്ലാരും അള്ളാഹു വേണ്ടാന്ന് തീരുമാനിച്ചതാ. ലോകത്താരനക്ക് അങ്ങനെ ഉപദ്രവം ചെയ്യാൻ തീരുമാനിച്ചാലും അള്ളാഹ് തീരുമാനിച്ചില്ലെങ്കിൽ മോനെ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലട്ടോ, ഒരു പ്രയാസം ഉണ്ടാക്കാൻ കഴിയില്ല. തിരിച്ചാണെങ്കിലോ നിനക്കൊരു ഉപകാരം ചെയ്യാൻ എല്ലാരും കൂടി വിചാരിച്ചു, അള്ളാഹ് ഉപകാരം നിനക്ക് വേണ്ടാന്നാ വിചാരിച്ചത്, എന്നാ അത് സംഗതി നടക്കുകയില്ല, ഉണ്ടാവില്ലെന്ന് നീ വിശ്വസിക്കണം. അത്ര ഗൗരവതരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ഈ സിബാത്ത് എവിടുന്ന കിട്ടുക, ഉറപ്പ് എവിടുന്ന കിട്ടുക? എനിക്ക് എന്റെ റബ്ബ് മതി. ഞാൻ ചരിത്രത്തിലൊന്നും കയറി പോകാതെ ഇബ്രാഹിം നബിന്റെ ഒരു വാക്കുണ്ടല്ലോ അല്ലേ, ആ തീയിലേക്ക് ഇങ്ങനെ ഇട്ട നേരം കുൽ പറയേണ്ടത് നമ്മൾ നബി പറഞ്ഞല്ലോ, ഹസ്ബി അല്ലാ. അതാ ഇബ്രാഹിം നബിയും പറഞ്ഞത്, എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പറയാൻ കഴിയണം. ആ റബ്ബ് മതി എന്ന് പറയാൻ കഴിയേണ്ടതിൽ ഒരുപാട് തലങ്ങളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതിന്റെ ഒരു വിശദീകരണം ഇബ്നു റജബ് പറയണ്ടായി റഹ്മത്തുള്ളാഹി അലൈഹി. എന്താണ് അള്ളാന്റെ മനുഷ്യന്മാർക്കുള്ള മതപരമായ ഹിഫ്ള് എന്ന് പറഞ്ഞാൽ, അത് നമുക്ക് കിട്ടിയണോ ഇങ്ങനെ ആലോചിക്കുക. നമുക്ക് അള്ളാന്റെ സംരക്ഷണം കിട്ടണ്ടേ? ആ നരകത്തിലേക്ക് കയറാൻ പാടില്ല, അതിന്റെ മുമ്പ് ഖബറില് നമുക്ക് പ്രയാസം അനുഭവിക്കാനും പാടില്ല, അദാബ് ഉണ്ടാകാൻ പാടില്ല. നരകത്തിലും അദാബ് ഉണ്ടാകാൻ പാടില്ല, ഖബറിലും അദാബ് ഉണ്ടാകാൻ പാടില്ല. നമ്മള് അത്തഹിയാത്തിന് ഇരിക്കുമ്പോൾ നമ്മൾ ചൊല്ലാറുണ്ടല്ലോ, അത് എന്താണ്? അവന്റെ ദീനിൽ അവന് സംരക്ഷണം ഉണ്ടാവണം. നമ്മളെ മതപരമായ കരുത്തിന്റെ അത് അളക്കേണ്ട ഉപാധി എന്താ? ഏത് വെച്ച് അളക്കേണ്ടത്? നമ്മളെ കയ്യിലുണ്ട്, നമ്മളെ മനസ്സിലുണ്ട്. നമ്മളിങ്ങനെ സ്വകാര്യമായി ഇങ്ങനെ ആലോചിക്കുക. നമുക്ക് അവിടുന്ന് ഖബറിന്ന് കിട്ടുമോ എന്ന് പറയണമെങ്കിൽ ഞാൻ എന്റെ ദീനിൽ എത്ര, എനിക്ക് പറയാൻ നല്ല ബേജാറുണ്ട്. എന്നെക്കാൾ ഒരുപാട് ഈമാനികമായ അളവും ബലവും കരുത്തും കനവും ഉള്ള ആളുകളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. നിങ്ങൾ എന്നോട് പറയണമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ ആ മതപരമായ കരുത്ത് എത്ര ഉണ്ടെന്ന് ആലോചിച്ചാല് അത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമല്ലേ? അത് നമുക്ക് അതിന്റെ ബലം എത്ര ഉണ്ടെന്ന് ഇങ്ങനെ നമ്മൾ ആലോചിക്കുക. വേറെ ആരോടും ചോദിച്ചാൽ കിട്ടാത്തൊരു സംഭവമാണ്. എന്റെ ദീന് ഇപ്പൊ എത്ര ഉണ്ട്? ഇടക്കൊന്ന് പറയാ, അതൊന്ന് അളന്നു നോക്കുക എന്നുള്ള. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പൊ മഗ്രിബ് നിസ്കരിച്ച് ഇങ്ങനെ ഇറങ്ങിയല്ലോ, അതിന് 10 ഗ്രേഡ് ആക്കി നബി തിരിച്ചു. 10 ഗ്രേഡ് ഇട്ടോ. നിസ്കാരം കഴിഞ്ഞിട്ട് വെറുതെ നമ്മള് മത്സരങ്ങൾ ജഡ്ജ്മെന്റിന് പോണ ആളുകൾക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആളുകൾക്ക് അറിയാം. നമ്മളെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം, ആ പാട്ട് കഴിഞ്ഞാലോ പ്രസംഗം കഴിഞ്ഞാലോ എന്താണോ കഴിഞ്ഞാലോ അതിന് ഓരോന്നിന്റെയും കൃത്യമായ മാർക്ക് ഇങ്ങനെ രേഖപ്പെടുത്തും. അപ്പൊ മാർക്കിനൊപ്പം ഗ്രേഡും രേഖപ്പെടുത്തും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ഗ്രേഡാ പറഞ്ഞത്. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോ ഒരാൾക്ക്
മുഴുവൻ എന്ന് പറഞ്ഞില്ല, അതിന്റെ ഉശ്റ് കിട്ടും. അഥവാ 10-1. എത്രയാണോ ഒരു നിസ്കാരത്തിന്റെ കൂലി, അതിന്റെ 10-1. ചില ആൾക്ക് 9-1, ചില ആൾക്ക് 8-1, 7-1, 6-1. പിന്നെ അങ്ങനെ പറഞ്ഞു പോയിട്ട് അതിന്റെ അവസാനം ഏറ്റവും വലുത് പിന്നെ എന്താ പറഞ്ഞത്, നിസ്ഫ് കിട്ടുന്ന ആളുകള്. കമാലിയത്ത് പൂർണ്ണമായി അതിന്റെ കൃത്യമായ മുഴുവൻ ജാമ്യവും മാന്യവുമായ നിസ്കാരം കിട്ടുന്ന ആളെ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഉണ്ടാവാം. നിസ്കാരം തുടങ്ങി അവസാനിപ്പിക്കണവരെ ഏകാഗ്രമായി, അതാണ് അള്ളാഹനെ നിനക്ക് മുന്നിൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞത്. ഇങ്ങനെ നിൽക്കണ നേരത്ത് നമ്മളെ മനസ്സിലേക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയെ, പരലോകത്തെ കുറിച്ചുള്ള ചിന്തയാണോ, നമ്മളെ ഖബറിനെ കുറിച്ചുള്ള ചിന്തയാണോ, എന്താ വരിക? നമ്മളെ ദുന്യാവ് അവിടെയും നമ്മളെങ്ങനെ കൊണ്ടുപോകും. ആ ദുന്യാവിന്റെ ചിന്ത ഇങ്ങനെ നടത്തും. നിസ്കാരത്തിന്റെ എല്ലാ അവസാനം കറക്കി ആ നിസ്കാരം തീരുന്ന നേരത്ത് നമ്മൾ സലാം വീട്ടി ഇങ്ങനെ എഴുന്നേറ്റ് പോകും. സത്യല്ലേ പ്രിയപ്പെട്ടവരെ? നല്ല ബേജാറുണ്ട്. ഇത് തമാശയായിട്ടും കാര്യമായിട്ടും ചില ആളുകൾ വിശദീകരിക്കാറുള്ള ഒരു കാര്യമാണ്. അപ്പോ രണ്ടാമത്തത്, ചിലപ്പോ അത് വലിയൊരു പ്രശ്നമാണ്. ചിലപ്പോ നമുക്ക് വഴി തെറ്റിപ്പോകുന്ന ഒരുപാട് ഒസ്വാസ് ഉണ്ടാവും. ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റൂലേ അല്ലെ? ഏത് സാമ്പത്തിക ഇടപാടാണെങ്കിൽ ഇപ്പൊ നമ്മൾ കുറച്ച് പൈസ ഒരാൾക്ക് കൊടുക്കുകയാണ്, മാസാന്ത ലാഭം തരാന്ന് പറഞ്ഞു, കച്ചവടത്തിനാണ്, എത്ര തരാ, ഇത്ര സംഖ്യ തരാ, അത് പറ്റുമോ പറ്റൂലേ? നമുക്കറിയാൻ പറ്റൂല എന്നുള്ളത്. എന്നാലും നമുക്ക് വേറെ ചോദിക്കും. അങ്ങനെ വഴിതെറ്റിപ്പോകുന്ന കാര്യങ്ങൾ ഉണ്ടാകും. ചിലപ്പോ ഹറാമായ കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ അള്ളാഹു കാത്തു തരും. ഇതിന്റെ വിശദീകരണം ഇബ്നു റജബ് ഒരു കാര്യം കൂടി പറഞ്ഞു. നമ്മളെ റൂഹ് എടുക്കാൻ വേണ്ടി മലക്ക് വരുമ്പോ, ഇത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം അദ്ദേഹത്തെ ഒരു ശറയിൽ ഇങ്ങനെ കൊടുത്താട്ടോ. ജിബ്രീലിനോട് പറയുന്നു, ഈ അയാളെ തല ഒന്ന് മണത്ത് നോക്ക്. അപ്പൊ മണത്ത് നോക്കുമ്പോ നല്ല മനുഷ്യന്മാരെ സ്മെല്ല് ഇങ്ങനെ പറയുന്നതാ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഖുർആനാ മണക്കണത്. കാരണം ഖുർആനെ പറ്റിയ ചിന്ത, ദീന് നന്നാവുകയാണ്. രണ്ടാമത്തേതോ, അദ്ദേഹത്തിന്റെ കൽബൊന്ന് മണത്ത് നോക്കാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അതിൽ നോമ്പുള്ളത്. പിന്നെന്താ ഉള്ളത്? അദ്ദേഹത്തിന്റെ കാലുകളൊന്ന് മണത്ത് നോക്കാൻ പറഞ്ഞപ്പോഴോ അതില് ഖിയാമുല്ലയിൽ രാത്രി നിസ്കരിച്ചതിന്റെ ആ സ്മെല്ലാണ്, ഗന്ധമാണ് എനിക്ക് അറിയാൻ, അനുഭവിക്കാൻ പറ്റിയത് എന്ന് പറയുന്നു. അപ്പൊ ശരിക്കും ഇങ്ങനെ നമ്മളെ എല്ലാ കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നന്നാക്കി തരുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഇസ്ലാമിക വായന ഉണ്ട്, സഹാബത്തിന്റെ ഒരു ഇസ്ലാമിക വായന ഉണ്ട്, പല ഇസ്ലാമിക വായനയുണ്ട്. ഇപ്പൊ സത്യത്തില് നമ്മളെല്ലാവർക്കും നന്നായി ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരാണല്ലോ നമ്മളെല്ലാവരും. നമ്മളെ സന്തോഷം ഊന്നി നിൽക്കുന്നത് എവിടെയെന്ന് ഇങ്ങനെ ആലോചിക്കുക. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഈ വിഷയം പറയുമ്പോൾ എല്ലാ ആളുകളും പറയുന്ന, നമ്മളിങ്ങനെ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, റബിയ റളിയല്ലാഹു തആല അൻഹു രണ്ടാം ഖലീഫ ഉമറുൽ ഫാറൂഖിന്റെ കാലഘട്ടത്തിൽ റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നു. റുസ്തം എന്ന് പറഞ്ഞാല് പേർഷ്യ ഭരിക്കണ മഹാനായ ചക്രവർത്തിയാ. അവിടെ പരവതാനികളുടെ അലങ്കരിക്കപ്പെട്ട രൂപം പറയുന്നുണ്ട്. അത്ര മനോഹരാണ്, അത്ര ഗംഭീരമാണ്. സ്വർണത്തിന്റെയൊക്കെ കൊത്തുപണികളൊക്കെ അവിടെ ഉണ്ട്. അദ്ദേഹം ഒരു സാധാ വസ്ത്രം ധരിച്ചിട്ടാണ് വരുന്നത്. കാരണം ഒരു വലിയ സൈന്യത്തിന്റെ പടനായകൻ പറഞ്ഞയച്ച പ്രതിനിധിയാണ് അദ്ദേഹം. വലിയ ഗൗരവത്തിൽ ഉള്ള കാര്യമാണ് എന്നാ റുസ്തം വിചാരിച്ചത്. ഇയാള് റബീ റളിയല്ലാഹു തആല അൻഹു വന്നു, തന്റെ കുതിര അവിടെ ഒരു തൂണിൽ കെട്ടി. അപ്പൊ തന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഇരുന്നത് താഴെയാണ്. നിങ്ങളെ അലങ്കാരങ്ങൾ കണ്ട് ഞാൻ എന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി എന്ന് വിചാരിക്കണ്ട, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഇരിക്കണില്ല. ഇപ്പൊ എന്താ പറയാനുള്ളത് പറഞ്ഞോളൂ എന്ന് റബീ റളിയല്ലാഹു തആല അൻഹുവിനോട് റുസ്തം പറഞ്ഞപ്പോ, ഞാൻ എന്തിനാ വന്നതെന്നറിയോ? നിങ്ങളൊക്കെ വിളിക്കാൻ വന്നതാ. മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദി. നിങ്ങളൊക്കെ മനുഷ്യന്മാരെങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കല്ലേ, ആ ആരാധനയിൽ നിന്ന് മഹാനായ അല്ലാമ ഇഖ്ബാൽ പറഞ്ഞ പോലെ അല്ലേ, അള്ളാഹുവിന് ഒരു സുജൂദ് ചെയ്താൽ ഈ ദുനിയാവിൽ നമ്മളെ ഭ്രമിപ്പിക്കുന്ന പലതിനും സുജൂദ് ഒഴിവാക്കാവുന്ന ആ സുജൂദ് ആത്മാർത്ഥമായി ചെയ്താൽ, നിങ്ങൾ അല്ലാഹു അല്ലാത്ത ആളുകളല്ലേ ആരാധിക്കുന്നത്? ഞങ്ങൾ ക്ഷണിക്കുന്നത് മനുഷ്യന്മാർ ആരാധനയിൽ നിന്നും
അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവസാനം പറഞ്ഞ കാര്യം ഞാൻ ഒന്ന് പറയട്ടെ. മിൻ ലീക്കി ദുനിയ ഇലാ ഉസ്അത്തി ദുനിയ വൽ ആഖിറ. ആരോടാ പറയണത്? ഈ ഒന്നുമില്ലാത്തൊരു വസ്ത്രം, ഒരു ഉടവാള് മാത്രം, ഒരു കുതിരയാണ് യാത്രക്കുള്ളത്. അത്ര കണ്ടാൽ അത്ര മതിപ്പ് തോന്നാത്ത വേഷവിധാനങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ, പുറം കാഴ്ചയിൽ വ്യക്തിത്വം അത്ര സന്തോഷകരമൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത്, ഇത്രയും സൗകര്യത്തിൽ ജീവിക്കുന്നയാൾ നിങ്ങൾ ദുന്യാവിന്റെ ഇടുക്കത്തിൽ നിന്നും ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും വിശാലതയിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഏതപ്പ ദുന്യാവിന്റെ വിശാലത? നമ്മളിപ്പോ വിശാലത എന്താ കാണുക? ഇതുവരെ നല്ല പ്രയാസമായിരുന്നു. മോൻ ഗൾഫിൽ പോയി, അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷി ഉണ്ടായി, നല്ലൊരു വീടുണ്ടാക്കി, അല്ലേ? അനുഗ്രഹീതനാട്ടോ, ബർക്കത്തുള്ള മനുഷ്യൻ. നമ്മൾ ആളെ പറ്റി പറയും. നബി റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയ ബർക്കത്ത് എന്താ? ഈ കാണുന്ന ഇത്ര പൊലിപ്പോട് കൂടി കാണുന്ന, കണ്ണിനെ ഭ്രമിപ്പിക്കുന്ന, ഒരുപക്ഷെ കാണുമ്പോ കാഴ്ചക്കാർക്ക് കുളിർമ നൽകുന്ന വലിയ സംഭവങ്ങളാണെങ്കിലും അത് വിശാലമല്ല എന്ന ആ കണ്ണിലൂടെ, ആ കണ്ണടയിലൂടെ കാര്യങ്ങളെ നോക്കാൻ കഴിയണം എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലേ? അത് നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. സത്യത്തില് നബി റളിയല്ലാഹു തആല അൻഹുവിന്റെ വായന ഉണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക. നമുക്ക് ഒന്ന് രണ്ട് ആപത്തൊക്കെ വരികയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കണില്ല എന്ന് വിചാരിക്കുക, നമ്മളെ ബിസിനസ് മോശമായി എന്ന് വിചാരിക്കുക. മോനൊരു സ്ഥലത്ത്, എൻ്റെ നാട്ടിലൊരു പയ്യൻ സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു. കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് അവന്റെ മനസ്സിലൂടെ കയറാതെ പുറത്തുനിന്ന് ചോദിക്കും, എന്താ കാര്യം എന്നറിയോ? അവന്റെ കൂടെ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചിരുന്ന ഒരു പയ്യൻ, അവനാ ക്ലാസ്സിലെ ഏറ്റവും സ്മാർട്ടായ പയ്യൻ, അവന് വിദേശത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലിക്കേഷൻ കൊടുത്തു, എന്തായാലും കിട്ടും എന്ന് വിചാരിച്ചു. പക്ഷെ പരീക്ഷന്റെ ഇവിടുത്തെ റിസൾട്ട് വന്നപ്പം മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന നേരത്ത് ഇവനേക്കാൾ കൂടുതൽ മാർക്ക് അവന് കിട്ടി. അവൻ അവിടെ അഡ്മിഷൻ കിട്ടി, ഇവന് അഡ്മിഷൻ കിട്ടിയില്ല. ആ പയ്യൻ രാത്രി സുബൈ കഴിഞ്ഞതിന് ശേഷം ഫാമ കയറി, അവിടെ മോളിൽ കയറി ഫാൻ കയറിട്ട് തൂങ്ങി അദ്ദേഹം മരണപ്പെട്ടു. ശരിക്കും നമ്മള് അങ്ങനെ, അത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ച. നമ്മളിങ്ങനെ നോക്കുമ്പോ ദുന്യാവിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന ഒരു വായനയാണ് ലോകത്തിലെ എല്ലാ ആളുകളും, അധികം ആളുകളും വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു മുസ്ലിമിന്റെ വായന അല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? നമുക്ക് ശരിക്കൊരു ഖദറുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അതില് ഇബ്നു ദൈലമി റളിയല്ലാഹു തആല അൻഹു ഒരിക്കല് അദ്ദേഹം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിലേക്ക് ചെന്നു. എനിക്ക് ഖദറിനെ പറ്റി ചെറിയൊരു സംശയമുണ്ട്. അപ്പൊ അതെങ്ങനെ വിശദീകരിച്ച് പറയാണ്, ലൗ അന്നല്ലാഹ അസ്സബ അഹ്ല സമാവാതി വഅർളി വഅഹ്ല അർളിഹി അസ്സബഹും വഹുവ ഗൈറു ളാലിമിൻ ലഹു. ഇപ്പൊ നമ്മള് ചൂരൽമലയിലൊക്കെ ആപത്തുണ്ടായ നേരത്ത് അള്ളാഹ് അവരെ ആക്രമിച്ചു. ചില ആളുകളൊക്കെ ചോദിച്ചല്ലോ, എവിടെയാണ് എന്റെ പടച്ചോൻ? എന്റെ പടച്ചോൻ എവിടെ? ഈ മനുഷ്യന്മാരങ്ങനെ കൊല്ലാൻ ലോകത്തിന്റെ സഞ്ചാരം നടത്തിയ മനുഷ്യനൊക്കെ ചോദിച്ചു, എന്തിനാ ആ സാധു കുട്ടികളെ പടച്ചോൻ അങ്ങനെ കൊല്ലണത്? അതിന്റെ കൃത്യമായ മറുപടി അന്നേ പറഞ്ഞതാ. അള്ളാഹു ഒരു അദാബ് വരികയാണെങ്കിൽ, അള്ളാഹു ലാലിമായ അക്രമത്തോടെ, നമ്മൾ പാമ്പിനെ കൊല്ലുമ്പോ അക്രമിയായിട്ടാ കൊല്ലണത്. വേറെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ എന്താ? ഇപ്പൊ നമ്മൾ വായിച്ച വാർത്ത എങ്ങനെ, എന്റെ ഭാര്യ പോകാൻ കാരണം ഈ അയൽവാസിയാ, ആ അയൽവാസിയിലെ ഒരു പെണ്ണിനെ കൊന്നുപോയി, പുറത്തിറങ്ങിയപ്പോ ആ പെണ്ണിന്റെ ഭർത്താവിനെയും കൊന്നു, അമ്മനെയും കൊന്ന്. അദ്ദേഹം ഇന്ന് നമ്മൾ വായിച്ചൊരു വാർത്തയാണ്. അതൊരു അക്രമത്തിന്റെ ഒരു രൂപ നമ്മൾ പറഞ്ഞത്. അള്ളാഹു അങ്ങനെ അല്ല. അള്ളാഹു റഹ്മത്ത് ചെയ്യുകയാണെങ്കിലോ അള്ളാഹിന്റെ റഹ്മത്ത് വളരെ വിശാലാണ്. എന്നിട്ട് നീ അറിയേണ്ട ഒരു കാര്യമുണ്ട്, അന്നമാ അസാബക ലം യകുൻ ലിയുഖ്തിഉക വ അന്നമാ അഖ്താക ലം യകുൻ ലിയുസ്ബിഉക. നിനക്ക് എന്തെങ്കിലും വരാനുണ്ടെങ്കിലേ വിശ്വാസം ഉറപ്പിക്കണ്ട. അവിടെ നമ്മള് ഖബറിൽ നമുക്ക് സുബൂത്ത് ഉണ്ടാവുള്ളൂ എന്നാ പറയണേ. അള്ളാഹു ഒരു കാര്യം നമുക്ക് പ്രയാസം വരികയാണെങ്കിൽ അത് അള്ളാഹിന്റെ ഒരു തീരുമാനമാണെന്ന് മനസ്സിൽ ഉറപ്പിക്കാതെ പ്രിയപ്പെട്ടവരെ ശരിയാവൂല. എന്താ ശരിയാവൂല എന്ന് പറഞ്ഞ് നീ
ലോകത്തെ നിനക്കുള്ള മഹാസമ്പത്ത് മുഴുവൻ ചെലവഴിച്ചാലും നിന്റെ പ്രയാസങ്ങൾ തരുന്നത് അള്ളാഹുവാണ്, നിനക്ക് എളുപ്പം തരുന്നത് അള്ളാഹുവാണെന്ന് ഉറപ്പിക്കാതെ നിന്റെ ഒരു അമലും സ്വീകരിക്കൂല. നമ്മൾ ചിലപ്പം വേറെ ആളെ പറ്റി പറയും, എന്താ പറയാ, എന്താപ്പാ കുടുംബത്തിലെ ആളുകൾ ചെയ്തേ, ഒരു ആക്സിഡന്റ് കഴിഞ്ഞു, വേറൊരു പ്രയാസം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയില്ലേ പ്രിയപ്പെട്ടവരെ? അത് കഴിഞ്ഞാല് എന്താണ്? അപ്പൊ നമ്മുടെ അത് ഒരു അള്ളാന്റെ തീരുമാനമല്ല നമ്മളിങ്ങനെ പറയണേ. അത് വരാൻ പാടില്ല. എന്തൊരു കഷ്ടല്ലേ ഓരോ കാര്യം. നമ്മൾ വല്ലാതെ സഹതപിക്കും അങ്ങനത്തെ വിഷയത്തില്. ഇപ്പോ സത്യത്തില് ഈ ഖദറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോഴേ ബദറിന്റെ വിജയം നമുക്കറിയാം. ബദറിന്റെ വിജയത്തിലാണോ പാഠം, ഉഹുദിന്റെ പരാജയത്തിലാണോ പാഠം? ഞാൻ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ നൽകിയ നബി നിയോഗിച്ച 50 അമ്പെയ്ത്തുകാർ ഇറങ്ങിപ്പോന്നുകൊണ്ട് പരാജയപ്പെട്ട ആ പരാജയമല്ല ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ. യുദ്ധമൊക്കെ കഴിഞ്ഞു. യുദ്ധം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ച ഉണ്ടല്ലോ, ആ കാഴ്ച നീണ്ടു കിടക്ക ഏതുവരെ? വഹ്ശി റളിയല്ലാഹു തആല അൻഹു, നമ്മളെ ഉഹുദിന്റെ നേരത്തെ ഏറ്റവും ലോകത്തെ ശപിക്കപ്പെട്ടവൻ എന്ന് പറയേണ്ട ആൾ വഹ്ശി. ആ വഹ്ശിയെ നമ്മൾ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയാൻ ഹേതുവായി. ഇസ്ലാമിന്റെ വിശാലത നമുക്ക് അവിടെ പറയേണ്ട നേരത്ത് അത് മനസ്സിലാക്കാനും കഴിയും. ആ വഹ്ശി എന്റെ മുന്നിലേക്ക് വരരുത് നബി പറഞ്ഞല്ലോ. എന്തേ എനിക്കിങ്ങനെ അത് ഓർമ്മ വരും. എന്റെ മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോ ആരെ? എന്റെ എളാപ്പൻ ഓർമ്മ വരും. ആ വല്ലാത്തൊരു ദുരന്തത്തിന്റെ ആ സംഭവം മനസ്സിലേക്ക് വരും. പക്ഷെ നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കേണ്ടത് അത്രയും പ്രയാസകരമായി. അതൊന്നും മാത്രല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് പ്രചരിപ്പിക്കപ്പെട്ടു. ഭയങ്കര സങ്കടം ഉണ്ടായി, അപമാനിതരായി. ഒരു താഴെ ഭാഗത്തിലൂടെ തോറ്റു പരാജയപ്പെട്ട മുസ്ലിം സൈന്യം ഇങ്ങനെ നടന്നു പോകുമ്പോ മേലെ അബൂ സുഫിയാൻ ഇങ്ങനെ ആളുകളും വിജയപേരി മുഴക്കി ഇങ്ങനെ പോവുക, അപഹസിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട്. നിങ്ങളിൽ അബൂ ഖുഹാഫ് ഉണ്ടോ, അബൂബക്കർ ഉണ്ടോന്ന് റളിയല്ലാഹു തആല അൻഹു ഉണ്ടോ ചോദ്യം. നിങ്ങളുടെ കൂട്ടത്തിൽ ഉമർ ഉണ്ടോ റളിയല്ലാഹു തആല അൻഹു ഉണ്ടോന്നാണ് ആരെ ചോദ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടോ, മുഹമ്മദ് ഉണ്ടോന്നാ ചോദ്യം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടോ അല്ലെ? അവസാനം ഹുബിലാണ് ഏറ്റവും ഉന്നതൻ. അപ്പൊ നബിക്ക് ഇഷ്ടായില്ല. പറയണം അല്ലാഹുവാണ് അഅ്ലാ വഅജൽ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ, നബി പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളെല്ലാരും വരി. തോറ്റു തീർന്ന ഇന്ന് നമ്മളെ കാഴ്ചയില് തോറ്റു തീർന്ന ഒന്നുമല്ലാതെയാക്കിയ എന്തിനാ വന്നത് നബി? നബിക്ക് വീട് കെട്ടാനല്ല, സമ്പാദിക്കാനല്ല, വേറൊന്നിനുമല്ല. അള്ളാന്റെ തീരുമാനപ്രകാരം വന്നതാ. നിങ്ങളെല്ലാരും വരി, നിങ്ങളെല്ലാരും വന്ന് ഇങ്ങനെ സഫായി നിക്കി. തോറ്റതിന് നമ്മൾ അള്ളാഹിനോട് ശുക്ർ പറയാനല്ല, ആ വാക്കല്ല പറഞ്ഞത്. നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ ശുക്ർ രേഖപ്പെടുത്തണം. അവിടെ നബി അവസാനിപ്പിച്ചില്ല. എന്താ? അല്ലാഹുമ്മ ലക്കൽ ഹംദു കുല്ലുഹു. തോറ്റതിനല്ല, ഈ യുദ്ധം ചെയ്യാൻ അവസരം കിട്ടിയതിന്. കാരണം എന്താ? സൂറത്ത് ആൽ ഇംറാനിലെ വചനം ഇതുമായി അവതരിച്ചു. 140-ാമത്തെ വചനം. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായില്ലേ, മുറിവേറ്റില്ലേ? അവർക്ക് മുമ്പുണ്ടായിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞ അവസാനം പറഞ്ഞ എന്താ? തിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്. അത് അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും. ലാഭനഷ്ടങ്ങൾ ഇസ്ലാമായി എന്നതിന്റെ പേരില് ദുനിയാവിലെ അള്ളാഹു പ്രകൃതിപരമായി നിശ്ചയിച്ച പ്രയാസങ്ങളൊന്നും ഇല്ലാതെയാവില്ല. അതൊക്കെ കടന്നു വരും. ആ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. എന്നിട്ട് നബി പറഞ്ഞെന്താ? അല്ലാഹുമ്മ ലക്കൽ ഹംദു ലാ ഖാബിദ ലിമാ ബസത്ത. നീ വിശാലമാക്കി തന്നതിനെ പിടിച്ചു വെക്കാൻ ഒരാൾക്കും പറ്റൂല. വലാ മുഖരിബ ലിമാ ബഅത്ത. നീ ദൂരെയാക്കി. ഇപ്പൊ വിജയം ദൂരെയാക്കിയില്ലേ ഞങ്ങൾക്ക്? അവർക്ക് വിജയം അടുപ്പിച്ചു കൊടുത്തില്ലേ? അത് നിന്റെ തീരുമാനപ്രകാരമാണ്. പ്രിയപ്പെട്ടവരെ, അതാ നമ്മുടെ സുബൂത്തിന്റെ, ദുന്യാവിലെ സുബൂത്തിന്റെ ഹേതുവായി, കാരണമായി നമ്മൾ തിരിച്ചറിയേണ്ടത്. ദുന്യാവില്
അങ്ങനെ വിഷയങ്ങൾ വരുമ്പം എന്ത് നിലപാട് സ്വീകരിക്കണം? വലാ മുളില്ല ലിമാ ഹദൈത, നീ ഒരാൾക്ക് സന്മാർഗം നൽകിയാൽ അവനെ തെറ്റിക്കാൻ വേറെ ആർക്കും കഴിയില്ല, ആര് വന്നാലും കഴിയില്ല, തിരിച്ചും കഴിയില്ല. വലാമാനി അലിമാ അഴ്തൈത, നമ്മളെ നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലുന്ന ദുആയില്ലേ, അതിന്റെ വേറെ ഒരു രൂപം. എന്നിട്ട് പറയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ-നഈമ യൗമൽ ഐല വൽ അംന യൗമൽ ഖൗഫ്. ഭയം വരുന്ന പരലോകമുണ്ടല്ലോ റബ്ബേ, അന്ന് പ്രയാസം ഉണ്ടാക്കരുതേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ, മുസ്ലിങ്ങളായി മരിപ്പിക്കണേ, വാഹീന മുസ്ലിമീൻ വൽഹിഖ്നാ ബിസ്സാലിഹീൻ. ഇതിന്റെ ഒന്നും അർത്ഥം ഞാൻ പറയേണ്ടതില്ല. കൂട്ടത്ത് പറഞ്ഞു വജ്അൽനാ മിനർ റാഷിദീൻ, സന്മാർഗം കിട്ടിയ തന്റെ ഇടമുള്ളവരായി ഞങ്ങളെ മാറ്റണമേ എന്ന്. മനസ്സിന് ഈമാൻ നൽകി അതിനെ അലങ്കരിക്കണം എന്ന് പറയാ. നമ്മളെന്താ പറയാ? ഏത് പടച്ചോൻ? കുറെ കാലമായി പള്ളി പോകാൻ തുടങ്ങിയിട്ട് നിർത്തണം, മതി. എന്തിനാ ഈ ഇബാദത്ത്? നമ്മളെ പരിഗണിക്കാത്ത പടച്ചോൻ. അപ്പൊ നമുക്ക് ദുന്യാവിൽ കിട്ടാൻ നിസ്കാരം, ആ ഒരു ഖദറുണ്ടല്ലോ, ആ ഒരു ആലോചന ഉണ്ടല്ലോ, അങ്ങനെ ഒരു ആലോചന, ഇത് വളരെ അടിസ്ഥാനപരമായി പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു നേരത്ത് ഉറുമ്പരിക്കുന്ന പോലെ കടന്നു വന്നാലും അവിടെയില്ല. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത, എന്റെ വിശ്വാസത്തിന്റെ ആണിക്കല്ലതാ. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത, അല്ലാഹുവേ നീ നൽകിയത്, നീ തന്നത്, നൽകിയത്, അതിന് തടയാൻ ഒരാളില്ല. വലാ മുഅ്തിയ ലിമാ മനഅ്ത, നീ തടഞ്ഞതിനെ തരാനും ഒരാളില്ല എന്ന അടിസ്ഥാനപരമായ വിശ്വാസമാണ് ഈ പ്രതിസന്ധി വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പറയുന്നത്. അതെന്റെ വിശ്വാസ. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ബദറിന്റെ വിജയത്തിന് ശേഷം ഉഹുദിന്റെ രണാങ്കണത്തിൽ ഇത്ര മറ്റൊരാൾക്ക് മൂന്നാം കണ്ണ് നോക്കുന്ന ഒരാൾക്ക് ഇത് മുസ്ലിങ്ങൾ തീർന്നു എന്ന് പറയുന്ന പരാജയം, ആ പരാജയത്തിന് അള്ളാഹു കൃത്യമായി ഒരു അടിക്കുറിപ്പെന്ന പോലെ ഈ 140-ാമത്തെ വചനം എന്ന് എന്താ പറഞ്ഞത്? വയത്തഹിദ മിൻകും ശുഹദാ, ചില രക്തസാക്ഷികൾ ഉണ്ടാകണം. അപ്പോൾ വെറുതെ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ആ രണാങ്കണത്തിൽ വീണുകൊണ്ടാണ് സയ്യിദ് ശുഹദാ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന് പറയാൻ കാരണം. അവരൊക്കെ അത് വിട്ടുപോയി എന്ന് വിചാരിക്കുക, അല്ലെ? കുറെ കാലം ജീവിച്ചു ഇങ്ങനെ പോയി നിൽക്കുക. അങ്ങനെ പോയാൽ ഈ ഒരു മഹത്തായ സ്ഥാനം കിട്ടുമോ? അള്ളാഹ്ക്കതിൽ ഉദ്ദേശമുണ്ട്. എന്താ ഉദ്ദേശം? കുറച്ച് ശുഹദാക്കളെ അവരെ കൊലപ്പെടുത്തിക്കൊണ്ടാകാനല്ല, കൊന്നുകൊണ്ടാവാനല്ല, അവരുടെ സ്ഥാനം ഉയർത്താൻ വേണ്ടിയിട്ട്, ഉന്നതരായി നിലനിർത്താൻ വേണ്ടിയിട്ട്. ഏതായാലും മരണത്തിന്റെ നേരം വരുമ്പോ അവർ മരിച്ചു പോകും. പക്ഷേ ഒരു ആക്സിഡന്റ് ആയാലും മരിക്കുമല്ലോ, വേറെ രോഗം വന്നാലും മരിക്കുമല്ലോ. പക്ഷെ അവരുടെ മരണം ഏറ്റവും ഗംഭീരമാക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഉഹുദിലെ പരാജയമെന്ന് വായിച്ചെടുക്കാൻ സത്യവിശ്വാസികളോട് പറയാ. അതൊരു വായനയാണ്, അങ്ങനെ തന്നെയാണ് അത് വായിച്ചെടുക്കേണ്ടത് എന്ന് നമുക്കറിയേണ്ടതുണ്ട്. നമ്മളിങ്ങനെ ആലോചിച്ച് കേട്ടോ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏത് പടച്ചോ നയിക്കണ ഒരു നബിക്ക് എത്ര മക്കളാ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര മക്കളുണ്ടായിരുന്നു? 7 മക്കളുണ്ടായിരുന്നു. എത്ര ആൺകുട്ടികളായിരുന്നു? 3 ആൺകുട്ടികൾ. എത്ര പെൺകുട്ടികളാ? 4 പെൺകുട്ടികൾ, അല്ലേ? ആ 4 പെൺകുട്ടികളിൽ ഒരാളല്ലാത്ത 3 ആളുടെയും ജനാസ നബിന്റെ തിരുകൈ കൊണ്ട് ആ ലഹദിലേക്ക് ഇങ്ങനെ വെച്ചു. പിന്നെ 3 ആൺകുട്ടികളും അധികം പ്രായാകണതിന് മുമ്പ് അബ്ദുള്ളയും കാസിമും ഇബ്രാഹിമും റളിയല്ലാഹു അൻഹും, അല്ലെ, അവരെയും. ഇതിനേക്കാൾ വലിയ നഷ്ടം ലോകത്തൊരാൾക്ക് എന്താ ഉള്ളത്? ഇതിനേക്കാൾ വലിയ സങ്കടം എന്താ ഉള്ളത്? ഇതൊന്ന് ആലോചിക്കണേ. നമ്മൾ ഒരു കുട്ടി മരണപ്പെട്ടാൽ അതിന്റെ പ്രയാസത്രേ. ഞാനേ എന്റെ സുഹൃത്തിന്റെ ജേട്ടന്റെ മോന് ആലപ്പുഴ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുക. ഇറങ്ങേണ്ടത് ആലപ്പുഴ സ്റ്റേഷനില്.
രാത്രി കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന മാവേലി ട്രെയിനിൽ കയറിയിട്ട് ആലപ്പുഴ സ്റ്റേഷനിൽ നിന്ന് വണ്ടി അമ്പലപ്പുഴയ്ക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് പോവുക. അതിന്റെ ആ വണ്ടി ഇളകണ നേരത്തെ അപ്പൊ ഉണന്ന് ഓന്റെ ബാഗ് എടുത്ത് ഓടി. നിനക്കറിയാം, ട്രെയിനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങാനും പാടില്ല, കയറാനും പാടില്ല. നമുക്ക് എത്തേണ്ടത് എത്തിയില്ലെങ്കിൽ അത് കയറാൻ പാടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവന് നമുക്കറിയില്ല, ഒരു സെക്കൻഡ് നേരത്തെ തീരുമാന ചാടി തന്നെ ബാഗ് എവിടെ കൊളുത്തി. ഒരു കാലും ഒരു കൈയും പോയി. നിങ്ങൾ ആലോചിക്കണേ, ഒരു എഞ്ചിനീയറിംഗിന് പഠിക്കണം, നല്ല മനോഹരമായി കാണാൻ നല്ല അഴകള പയ്യൻ. എത്ര വയസ്സ്? 22ാമത്തെ വയസ്സിൽ. ഇനി ജീവിതത്തെ കുറിച്ച് എന്താ കാഴ്ച? അപ്പൊ എന്താ പറയാ? എന്താ പടച്ചോ എനിക്ക് തന്ന്, പടച്ചോ എന്നെ ബുദ്ധിമുട്ടിച്ചു എന്നൊരു ചെറിയ ചിന്ത പോലും വരാൻ പാടില്ല സത്യത്തില്. അപ്പൊ നബിന്റെ 7 മക്കളിൽ 6 പേരും, അത് മാത്രല്ല, മഹദി ഫാത്തിമ ബീവിന്റെ മരണവാർത്ത പ്രഖ്യാപിച്ചിട്ടാ നബി പോണേ. നീയും എന്നെ കൂടെ വരും. അപ്പോഴാണ് അവർ ചിരിക്കണത്. ഇതിനുമേൽ ഒരാൾക്ക്, ദുന്യാവിലെ ബന്ധങ്ങളുടെ ശക്തി ആലോചിച്ച് ജീവിക്കുന്ന ആൾക്ക് ഇതിനേക്കാൾ വലിയ ദുരന്തം വേറേതാ? ഇത് നബി പഠിച്ച ഒരു പാഠമാണ്. അത് മാത്രല്ല, ഇതില് അതിനേക്കാൾ വലിയൊരു സംഭവം ഉണ്ട്. നബി പഠിച്ച പാടല്ല. സൈനബ ബീവി, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും കാണാൻ കഴിയും. ഉസാമത്ത് ബിൻ സെയ്ദ് തന്റെ പോറ്റുമകനെ പറഞ്ഞയച്ചു. എന്തിനാ പറഞ്ഞയച്ചത്? എന്റെ മോനെ, അഥവാ നബിന്റെ പേരക്കിടാവിന് മരണമാസന്നമാണ്, വാപ്പാനോട് വേഗം വരാൻ പറയും, വല്ലിപ്പനോട് വരാൻ പറയുന്നു. ഉസാമ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞയച്ചു. നബി അദ്ദേഹത്തോട് നമ്മളൊക്കെ കേട്ടാൽ എന്താ ചെയ്യാ? നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പഴയാണ് ഒറ്റ ഓട്ടല്ലേ. നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ഒക്കെ നമ്മൾ ചെയ്യില്ല. ആ സമയത്ത് ചെയ്യണം ചെയ്യണ്ട എന്നൊന്നുമല്ല. നബി സമൂഹത്തെ പഠിപ്പിക്കുന്ന ഈ ചങ്കുറപ്പിന്റെ, കൽബുറപ്പിന്റെ ഒരു പാഠമുണ്ട്. ഒരു പാടെന്താ? നബി വന്നിട്ട് ആ കുട്ടിനെ ഏറ്റുവാങ്ങല്ല ചെയ്യണത്. നീ അവളോട് പറ, എന്റെ മോളോട് പറ. എന്താ പറയേണ്ടത്? അന്നലില്ലാഹി മാ അഖദ. അള്ളാഹ് എടുക്കണല്ലേ, എടുത്തുകൊണ്ടാണ് അള്ളാന്റെതാ. അത്ര ഒരാളെ വളർത്തുകയാണ് വിശ്വാസപരമായി. അപ്പോഴേ നമ്മൾ ഖബറിലേക്ക് വെക്കുമ്പോ നമുക്ക് അവിടെ ഒരു ഉറപ്പ് കിട്ടുള്ളൂ. യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത്. അത്ര ഉറപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഒരാള് ഫുളൈൽ അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല കമ്മന്ത അലൈക്, ഇപ്പൊ എത്ര വയസ്സായി? അപ്പൊ അയാൾ പറഞ്ഞു, 60 സന, എനിക്ക് 60 വയസ്സായി. 60 വയസ്സായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുന്തു 60 സന തസീറ ഇലാ റബ്ബിക. നീ 60 കൊല്ലായി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ? അള്ളാനെ കണ്ടുമുട്ടാൻ. സത്യത്തിലല്ലേ നമ്മളെ ഓരോ നിമിഷം, ജനിച്ച ഒരു നിമിഷം മുതൽ ദുന്യാവിലേക്ക് വന്ന ആ സമയം മുതൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യാ അള്ളാനെ കണ്ടുമുട്ടാൻ വേണ്ടി. ഇതാ എനിക്കിപ്പൊ കാണാം എന്ന് പറഞ്ഞാൽ അവസാനിക്കുമ്പോ അവസാനിച്ചു പോവുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ, സത്യമാണല്ലേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, സത്യമാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഫുളൈൽ റഹ്മത്തുള്ളാഹി, ഇപ്പൊ എന്താ ഈ പറഞ്ഞത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ലില്ലാഹി, ഞങ്ങൾ അള്ളാഹ്ക്കുള്ളതാ. ഒട്ടും ആത്മാർത്ഥതയില്ലാതെ നമ്മൾ ഉരുവിടുന്ന ഒരു വാക്കാണെന്ത് പ്രിയപ്പെട്ടവരെ? ഞാൻ നിങ്ങളൊക്കെ പലപ്പോഴും ഇന്നാ ലില്ലാഹി, അതൊരു യാന്ത്രികമായി പറഞ്ഞതാ. ചിലപ്പോൾ ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ നമ്മുടെ കയ്യില് സ്റ്റിക്കർ എന്നല്ല പറയാ ഉണ്ടാവും, നമ്മുടെ സെൻഡ് ചെയ്യും. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടാത്തൊരു പണിയാത്. നമ്മളെങ്ങനെ എഴുതാ, ഒരാൾ മരിച്ചു അടിയൊരു സ്റ്റിക്കർ കഴിഞ്ഞു, അത് അതിനേക്കാൾ യാന്ത്രികമാണ് അല്ലെ? അത്ര മോശമാണ്. നമ്മൾ മനസ്സ് പ്രാർത്ഥിക്കുക,
ആണെങ്കിൽ നമ്മൾ സ്വന്തമായി കുറച്ച് പണിയെടുത്തെങ്കിലും നമ്മളൊന്ന് എഴുതിയിട്ട് പഠിച്ചോൻ മഗ്ഫിറത്ത് നൽകട്ടെ എന്നോ, ഞാൻ അറബിയിലാണെങ്കിൽ അല്ലാഹു മഗ്ഫിർ ലഹു എന്നോ എന്താ നമുക്ക് പറയാനുള്ളത്, അതേല് വെക്കുക എന്നല്ലാതെ. അപ്പൊ അത്രയും നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. അതേ ഒരു കാര്യം പറയാണ്, അള്ളാഹു എന്താണോ തന്നത് മോളെ അത് അള്ളാഹ്ക്കുള്ളതാ, എന്താണോ അള്ളാഹു എടുത്തത് അത് അള്ളാഹ്ക്കുള്ളതാ. വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എന്റെ മോൻ ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടിന്റെ സമയം അതാ, അത് നീ അറിയണം. അതാണ് അടിവരയിടേണ്ടത്. ഉസാമ റളിയല്ലാഹു അൻഹു, നീ പറയാ അവളോട്, മോളോട്, സൈനബ ബീവിനോട് പറയ്, എന്റെ മോളോട് എന്താ പറയണ്ടേ, ക്ഷമിക്ക്. എന്നിട്ട് എന്താ ചെയ്യുന്ന അടുത്ത പണി, വൽ തഹ്തസിബ്, അള്ളാഹിനോട് ഈ ക്ഷമയിൽ ഹിസാബ് വാങ്ങാൻ. പഠിച്ചോനെ പ്രിയപ്പെട്ടവർ, ആ ഹിസാബ് എങ്ങനെ ചോദിക്കണ്ടേ? നമ്മൾക്ക് ചെറിയൊരു അപകടം ഉണ്ടായി, നമ്മൾ ഈ തെർജീ ചൊല്ലണം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയാ. നമ്മളൊരാള് മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, വേറെ എന്ത് സങ്കടം ഉണ്ടായി എന്ന് വിചാരിക്കുക, ഇഖ്ലാസോടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമ റളിയല്ലാഹു തആലയോട് പറഞ്ഞത്, ക്ഷമിക്കാൻ പറയും മോളോട്. ഈ വന്ന ആപത്തില്ലേ അതിൽ ഇഹ്തിസാബ് ചെയ്യാൻ പറയും. അപ്പൊ നമുക്ക് അങ്ങനെ പ്രയാസം വരുമ്പോ നബി ഒരു മാതൃക പഠിപ്പിച്ചു. നമ്മൾ കേട്ടൊരു കാര്യമാണ് അല്ലേ. ഉമ്മുസലമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തേക്ക് അബൂസലമ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, ഞാൻ നബിന്റെ സദസ്സിലേക്ക് ഇതുവരെ. ഇപ്പൊ നബി ഞാൻ ഒരു കാര്യം പഠിച്ചു കേട്ടോ, ആ പറയും, പഠിപ്പിച്ചു കൊടുത്തു. എന്താ പറഞ്ഞത്, ആർക്കെങ്കിലും ഒരു ആപത്ത് ബാധിക്കുകയാണെങ്കിൽ അയാൾ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കൃത്യ അത് ഉറപ്പിച്ച് പറഞ്ഞാൽ നമുക്ക് എവിടെയും സിബാത്ത് ഉണ്ടാകും, എല്ലായിടത്തും ഉറപ്പുണ്ടാവും. ഇന്നാ ലില്ലാഹി, അത് പഠിച്ചോ, അങ്ങനെ നമ്മൾ പറയണ്ടേ. കുറച്ച് കഴിഞ്ഞപ്പോ ഭർത്താവായ അബൂസലമ റളിയല്ലാഹു തആലയുടെ മരണ വാർത്ത അറിയണത്. അപ്പോ അത് മാത്രം പറഞ്ഞാ പോരാന്നും കൂടി പറഞ്ഞു. എന്താ, അല്ലാഹു മുജ്റുനി ഫീ മുസീബത്തി വഖലിഫ് ലീ ഖൈറൻ മിൻഹാ. ഈ ദുആ എല്ലാവർക്കും അറിയുന്നതിന്റെ ധാരണ. അല്ലാഹു ഈ ആപത്തിൽ എനിക്ക് കൂലി തരണേ, ഈ ആപത്തിൽ എനിക്ക് കൂലി തരണേ എന്ന് കൂടി അബൂസലമ റളിയല്ലാഹു തആല അൻഹു നബിന്റെ സദസ്സിന്ന് ഒന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വഖലിഫ് ലീ ഖൈറൻ മിൻഹാ അതുകൂടിയിലുണ്ട്. അതിന് ആ വഴി, അതിനുശേഷം അതിനേക്കാൾ നല്ലത് തരണം. അപ്പൊ എന്താ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹ്ക്കുള്ളതാ, ഒരു ബേജാറില്ല, അള്ളാഹ് തന്നോക്ക് അള്ളാഹ് കൊണ്ടുപോകും എന്ന് പഠിപ്പിക്കപ്പെട്ട അവിടെ ഉറച്ചു നിൽക്കുക. ആ ഉറച്ചു നിന്നിട്ട് എന്താ പറയണ്ടേ, പഠിച്ചോനെ ഒരു ആപത്ത് വന്നു, കൈ പോയി, കാല് പോയാലും, സ്വത്ത് നഷ്ടായാലും, മക്കള് പോയാലും, ഉപ്പ പോയാലും, ഭർത്താവ് പോയാലും, ഭാര്യ പോയാലും, ആര് പോയാലും പറയേണ്ടത്, പഠിച്ചോനെ എന്ത് നഷ്ടപ്പെട്ടാലും ഇത് അള്ളാന്റെതാണ്, അള്ളാഹ് കൊണ്ടുപോയി, ഈ ആപത്തിൽ എനിക്ക് കൂലി തരണേ. നമുക്ക് ആക്സിഡന്റ് ആയാലും വഖലിഫ് ലീ ഖൈറൻ മിൻഹാ, അതിനേക്കാൾ മെച്ചമായത് വഴിയെ തരണേ. അബൂസലമ റളിയല്ലാഹു തആല മരിച്ചപ്പോൾ ഞാൻ അത് ചൊല്ലി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു മുജ്റിനി ഫീ മുസീബത്തി ചൊല്ലി അല്ലേ. വഖലിഫ് ലീ ഖൈറൻ മിൻഹാ എന്ന് ചൊല്ലാൻ തുടങ്ങണ നേരത്ത് അവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ലോകത്തിലെ എല്ലാ പെണ്ണുങ്ങൾക്കും മാതൃകയുള്ള ചോദ്യമല്ല, ഭർത്താവിന് മാതൃകയാവേണ്ട ഒരു ചോദ്യ. അബൂസലമയേക്കാൾ നല്ല ഭർത്താവിന് എനിക്ക് എവിടുന്നാ കിട്ടുക? ഒരു പെണ്ണിന്റെ സാക്ഷ്യപത്ര ഭർത്താവിനുള്ള, മരണപ്പെട്ടു പോയ മഹാനായ അബൂസലമ റളിയല്ലാഹു തആല, അതിനേക്കാൾ നല്ല. എന്നാലും നബി ചൊല്ലാൻ പറഞ്ഞല്ലേ, ഞാൻ ചൊല്ലി. കൂലിക്ക് വേണ്ടി പറഞ്ഞു, തെർജീ ചൊല്ലിയതിന് ശേഷം അതിനേക്കാൾ മെച്ച. എന്റെ ഇദ്ദ കാലം കഴിഞ്ഞപ്പോണ്ട് രണ്ട് റിവായത്ത് കാണാൻ കഴിയും. ഒന്ന് നബി വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഞാൻ എന്തിനാ വന്നെന്നറിയോ, എന്നെ കല്യാണം അന്വേഷിച്ചുണ്ട്. അവിടെ ഒരു പാടുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു സെൽഫ് അസസ്മെന്റ് റീഡിങ്. ഞാൻ ആരാന്ന് സ്വന്തം വായിക്കാണ്. എനിക്ക് പ്രായമുണ്ട്, നിങ്ങളെന്നെ കെട്ടാൻ വരിക? നമ്മൾ പറയില്ലല്ലോ. പറഞ്ഞു എനിക്കുണ്ട് പ്രായം, അല്ല എനിക്ക് മക്കളുണ്ട്. എനിക്കുണ്ട് മക്കൾ, എന്റെ മക്കളും എന്റെ മക്കളും കൂടിയാണ്. ആ പ്രശ്നം പരിഹരിച്ചു. പിന്നെ അതിനേക്കാൾ വലിയ റീഡിങ്ങാ, എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട്, ഭയങ്കര. എന്റെ ദേഷ്യം പറഞ്ഞ ഞാൻ പഠിച്ചോണ്ട് ദുആ ചെയ്യാ, കല്യാണം നടന്നുള്ള. അപ്പൊ അവര് പറയാണ്, വഖലിഫ് ലീ ഖൈറൻ മിൻഹാ എന്ന് ഞാൻ ദുആ ചെയ്തില്ലേ, ആ ദുആന്റെ ഉത്തരാണ് എന്ന് അവര് പറയാണ്. കാരണം ഈ പാഠം പഠിപ്പിച്ച നേരത്തെ നബി പറഞ്ഞു, ആരെങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഇങ്ങനെ ദുആ ചെയ്താൽ ആപത്ത് ബാധിച്ച് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ
അല്ലാഹുമ്മ ഉജ്റുനി ഫീ മുസീബത്തി വഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ എന്നൊരാൾ പറഞ്ഞാൽ ഇല്ലാ ഫഅല ദാലിക, അല്ലാഹു ഇത് ചെയ്തു കൊടുക്കുന്ന ചെയ്തിരിക്കും, അത്ര ആത്മാർത്ഥമായത് സമർപ്പിക്കപ്പെട്ടാൽ. കിട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിനെ, എനിക്ക് അതിനേക്കാൾ നല്ലത് കിട്ടില്ലേ എന്ന് അവർ പറയാ. പ്രിയപ്പെട്ടവരെ, അത് പ്രധാനമായ ഒരു കാര്യം. ഇനി നഷ്ടപ്പെടുമ്പം സങ്കടം വരൂലേ? മുസ്ലിമായാല് മുഅ്മിനായാല് നബി ആയാലും സങ്കടം വരും. യാക്കൂബ് അലൈഹി സ്വലാമിന്റെ 2 മക്കൾ പറഞ്ഞു പോയപ്പോ എന്താ, സങ്കടം കൊണ്ട് കാഴ്ച നഷ്ടപ്പെടുകയാണ്. കരഞ്ഞിട്ട് ഉള്ളിലെ സങ്കടപ്പെടാം. അപ്പോഴും നമ്മൾ ഈ രൂപത്തിലേക്ക് എത്തിയില്ല എന്ന് ഖുർആൻ തന്നെ പറയാ. എന്താ, യാ ബനി യദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ വഅഖീഹി വലാ തയസു മിൻ റൗഹില്ലാ ഇന്നഹു ലാ യയസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. നിങ്ങളെ യൂസുഫിനെയും അവന്റെ സഹോദരനെയും അന്വേഷിച്ചെല്ലി. ഇവർക്കറിയാം എവിടെയുള്ള ഇവരൊക്കെ ചെയ്ത ആളുകളോട് തന്നെ അദ്ദേഹം പറയാണ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾ ചെന്ന് യൂസുഫിനെ അന്വേഷിക്ക്. വലാ തയസു മിൻ റൗഹില്ലാ, ഈ കരഞ്ഞു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട മഹാനായ യാക്കൂബ് അലൈഹി സ്വലാം പറയാണ്, അള്ളാന്റെ ആശ്വാസത്തിൽ നിങ്ങൾ നിരാശരാവരുത്, ആ നിരാശ ഉണ്ടാവരുത്, അവിടെ ഉറച്ചു നിൽക്കണം തന്നെയാണ്. അല്ലെ ഒരു അമലും സ്വീകരിക്കപ്പെടൂലെന്ന്. പ്രധാനപ്പെട്ട ഒരു കാര്യം, 2 കാര്യം കൂടി പറഞ്ഞ് പ്രിയപ്പെട്ടവര് അവസാനിപ്പിക്കും. 5 മിനിറ്റിനോ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. പള്ളിയിൽ വന്നിരുന്ന ഒരു വാപ്പിയും മോനും, മദീനയിലെ മസ്ജിദ് നബവിയിൽ വന്ന വാപ്പാന്റെ കൂടെ മോൻ ഇങ്ങനെ വരും സന്തോഷത്തില്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വാപ്പാനും മോനും കാണാല്ല, ഒരു സമയത്ത് കാണാനില്ല. അപ്പോ നബിനോട് സഹാബത്ത് പറഞ്ഞു മരിച്ചു. അപ്പൊ എന്ത് നിങ്ങൾ പറയാഞ്ഞു? നബി വീട്ടിലേക്ക് ചെന്നിട്ട് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. ഫഅസ്സാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാല യാ ഫുലാൻ അയ്യുമാ കാന ഹബ്ബു ഇലൈക അൻ തുമത്തിയ ബിഹി ഉംറക. ആ മോന്റെ കൂടെ കുറെ കാലം താമസിക്കുന്നത്, അങ്ങനെ സന്തോഷത്തിൽ താമസിക്കുന്നതാണോ നിനക്കിഷ്ടം? അതല്ല നീ ചെല്ലുമ്പോൾ സ്വർഗത്തിന്റെ കവാടത്തിന്റെ വാതിലുകൾ നിനക്ക് തുറന്നു തരാൻ നിന്റെ മകൻ വരുന്നതാണോ നിനക്കിഷ്ടം? അത്ര ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് നബി പറഞ്ഞൊരു വാക്കല്ലേ. ആ വാക്ക് അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ അൻസാരി സ്വഹാബി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ചോദിച്ചു, ഈ പറഞ്ഞ ഇദ്ദേഹത്തിന് മാത്രമുള്ളതാണോ നബി? അല്ല, ഇതെല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനെ ഒരു മോന് പോയാൽ ആകെ ചിലപ്പോ ഒരു മോനേ ഉണ്ടാവുള്ളൂ. നമുക്ക് കാണാലോ, ചിലപ്പോ ആകെ ഒരു മോന്. അത് പോയ എത്ര മനുഷ്യന്മാരുണ്ട് അല്ലേ? 5 പെൺമക്കൾക്ക് ശേഷം ഒരു ആൺകുട്ടിനെ കിട്ടിയുള്ളൂ, പോയി അല്ലേ? എന്റെ നാട്ടില് സഹോദരനുണ്ട്, ഇതുപോലെ ഒരു ആൺകുട്ടിയുള്ളായിരുന്നു, വെള്ളത്തിൽ പോയി മരിച്ചതാ. അളിയന്റെ കൂടെ വന്ന് വെള്ളത്തില് പുഴയിൽ നിന്ന് അവൻ ചാലിയാറിന്റെ അടുത്താ ഞാന്. അയാള് പള്ളിയിൽ പോകയില്ല. ഇപ്പൊ വേറെ മഹാന്മാരായ കുറെ ആളുകളെ വാക്ക് പറഞ്ഞ് നടക്കുക. ചിലപ്പോൾ അദ്ദേഹത്തിന് മാനസികമായ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവാം, അള്ളാഹു അദ്ദേഹത്തിന് ആശ്വാസം നൽകുമാറാവട്ടെ. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, ആ ഒരു അവസ്ഥയിലേക്ക് ഒരാൾ വരാൻ പാടില്ല എന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അത് എല്ലാവർക്കും കിട്ടും. ഇങ്ങനെ നഷ്ടം വന്നാല് അവിടെ വാതിൽ തുറന്നൊരാ മകൻ വരുന്നതാണ് നിനക്കിഷ്ടം, കുറെ കാലം അവന്റെ കൂടെ ജീവിക്കണാണോ നിനക്കിഷ്ടം? ആ ഒരു വായന നമ്മള് കൃത്യമായി വായിക്കേണ്ടതാ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി പറയട്ടെ കൂട്ടത്തില്. അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കായിട്ട് നമുക്ക് പടച്ചോനെ സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇന്നൽ അബ്ദ ഇദാ സബഖത്ത് ലഹു മിനല്ലാഹി മൻസില. നമുക്ക് സ്വർഗത്തിലൊരു സ്ഥാനം പടച്ചോൻ നിശ്ചയിച്ചിട്ടുണ്ടാവും. നമ്മുടെ നോമ്പ് കൊണ്ടോ സക്കാത്ത് കൊണ്ടോ ഹജ്ജ് കൊണ്ടോ ദാനം കൊണ്ടോ സൽക്കർമ്മം കൊണ്ടോ ആ സ്ഥാനം നേടാൻ പറ്റൂല. പക്ഷെ നമ്മളിലെ കുറെ നന്മ കണ്ടിട്ട്, നമ്മളെ നല്ല കാര്യങ്ങൾ കണ്ട് പടച്ചോൻ തന്നതാ. പക്ഷെ ആ സ്ഥാനത്തേക്ക് എത്താൻ എന്റെ അമല് പര്യാപ്തല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താ, ഇബ്തലാഹുല്ലാഹു ഫീ ജസദിഹി, അവന്റെ ശരീരത്തിന് പ്രയാസം നൽകി അല്ലാഹു അവനെ പരീക്ഷിക്കും. ഔ ഫീ മാലിഹി ഔ ഫീ വലദിഹി, സമ്പത്ത് നഷ്ടം വന്ന് പരീക്ഷിക്കും. എന്നിട്ടോ സുമ്മ സബ്ബറഹു അലാ ദാലിക സുമ്മ തഫഖ ഹത്താ യുബ്ലിഗഹുൽ മൻസിലത്തല്ലതി സബഖത ലഹു മിനല്ലാഹി തആല. ആ പരീക്ഷണത്തിൽ അവൻ ക്ഷമ അവലംബിക്കും.
ഇത് അള്ളാഹ് തന്നതാണ്. എന്നിട്ടോ അള്ളാഹു അവന് നിശ്ചയിച്ച സ്ഥാനത്തേക്ക് അവനെ ഉയർത്തും. അതൊരു വിധിവിശ്വാസത്തിന്റെ കൃത്യമായ രൂപമാണ് അല്ലേ? നമ്മൾ ബൈത്തുൽ ഹംദ് കേട്ടിട്ടുണ്ടല്ലോ. മലക്കുകൾ ഇങ്ങനെ കുട്ടികളെ ആത്മാവുമായി വരുന്ന നേരത്ത് പടച്ചോന്റെ ഒരു ചോദ്യമുണ്ട് അല്ലെ മലക്കുൽ മൗത്തിനോട്, നിങ്ങൾ എന്റെ അടിമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണല്ലേ കൊണ്ടുവന്നത്, അവന്റെ ഇഷ്ടപ്പെട്ട മോനെ ചെറുപ്രായത്തിൽ തന്നെ കൊണ്ടുവന്നത്. അതെ, എന്റെ അടിമ അപ്പൊ എന്താ പറഞ്ഞത്? എന്താ പറയലേ? നമ്മള് നെഞ്ഞത്തടിച്ച് കരയും അല്ലെ, ഞാനിപ്പോ എന്താ തെറ്റ് ചെയ്ത്, എന്റെ കുടുംബം എന്താ തെറ്റ് ചെയ്ത്, ഈ കുട്ടിപ്പോ എന്താ ചെയ്ത്, എന്തൊക്കെ പറയാൻ പറ്റും? മാന്യമായും മാന്യമല്ലാത്തതും അതിനുള്ളിലുള്ളതും പുറത്തുള്ളതൊക്കെ പറയും. പക്ഷേ എന്റെ അടിമ പറഞ്ഞു എന്ന ചോദ്യത്തിന് മലക്കുൽ മൗത്തിന്റെ മറുപടി എന്താ? ഹമിദക്കല്ലാ, അഥവാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. മോ മരിച്ചൂലേ, നിങ്ങളെ മോ മരിച്ചല്ലോ, അൽഹംദുലില്ലാ എന്ന് ഉറക്കെ വിളിച്ചു പറയണമെന്നല്ല, അത് മനസ്സിനോട് പറയേണ്ടതല്ലേ. എന്നാൽ അയാൾക്ക് ആ അമ്മാക്ക് വാപ്പാക്ക് ഒരു ബൈത്തുൽ ഹംദ് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയാം. അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമായി പറയാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മള് ഒരു സിബാത്ത്, ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം. ആ ഉറപ്പിനെ ഉറപ്പിച്ച് ആണിയടിച്ച് ഒരിക്കലും അളകാതെ ഉറപ്പിച്ചു നിർത്തേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ധാരാളം മരണ വാർത്ത കേൾക്കുമ്പോഴോ ആപത്ത് കേൾക്കുമ്പോഴോ എന്നുള്ള കാര്യം പറയണ സംഭവം ഉണ്ടല്ലോ, അത് നമ്മളെ അതാണ് മനസ്സിലുറപ്പിക്കേണ്ടത്. അത് നമുക്ക് വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോട് പറഞ്ഞത്? മകളോട് പറഞ്ഞത് അല്ലെ? ഒക്കെ അള്ളാഹ്ക്കുള്ളതാ, തന്നത് അള്ളാഹിൻ്റെതാണ്, തിരിച്ചെടുക്കണം അള്ളാഹിൻ്റെതാണ്, എല്ലാം അള്ളാഹ്ക്കുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നിസ്സംഗരായി ഇങ്ങനെ നിൽക്കണം എന്നല്ല. അതാ നബി കരഞ്ഞപ്പോ ഇബ്രാഹിം തന്റെ മകനെ അല്ലെ മറവ് ചെയ്തപ്പോ അവ അൻത യാ റസൂലല്ലാഹ്, നിങ്ങൾ കരയേ? നബി ഈ ആദിയിൽ കരയല്ല, അതൊരു മനുഷ്യന്റെ റഹ്മത്താ. യാക്കൂബ് അലൈഹി ഇസ്ലാം നബി കരഞ്ഞതും റഹ്മത്താ. അപ്പൊ നമ്മളെ വിശ്വാസത്തെ ബലപ്പെടുത്തി നിർത്തേണ്ടത് നമ്മൾ തിരിച്ചു പോകാനുള്ളവരാ. ഈ ജീവിതത്തിന്റെ വഴിയിലൂടെ വന്ന് ആ ഖബറിലൂടെ കടന്ന് പരലോകത്തെത്താൻ അവിടെ ദുന്യാവിലൊരു സിബാത്ത് ഉണ്ടാവണം, ഖബറിൽ സിബാത്ത് ഉണ്ടാകണം. പരലോകത്ത് മലക്കുകളല്ലോ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, അവിടെ സിബാത്ത് ഉണ്ടാകണം. ആ സിബാത്ത് ഉണ്ടാകണമെങ്കിൽ ഈ ഒരു ഉറപ്പിൽ നമ്മളെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണം. ബാക്കിയുള്ള അമലൊക്കെ അതിന്റെ കൂടെ വരും. ഇതില്ലെങ്കിൽ എല്ലാ അമലുകളും അകന്നിങ്ങനെ പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബയ്യ് ഇബ്നു കഅബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പഠിപ്പിച്ചെന്നല്ലോ പ്രിയപ്പെട്ടവരെ. അത്ര വിശ്വാസത്തെ ബലപ്പെടുത്തി ഒരണുമണി ഇതിൽ നിന്നും തെറ്റാതെ, നിസ്കാരം ചിലപ്പോൾ തകരാറ് വരാം, നോമ്പിന് ഭംഗം വരാം, ദാനധർമ്മങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് വരാം, പക്ഷെ ഇതിന് തകരാറ് വരാൻ പാടില്ല. ഏതിന്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, പിന്നെ അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതി, ഇതൊക്കെ അതിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന കുറെ ദുആകളും ദിക്റുകളും കാര്യങ്ങളുമാണ്. അതിൽ ഭംഗം വരാതെ ഈമാനികമായി ബലപ്പെട്ടുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദാസന്മാരായി നാളെ പരലോകത്ത് സമാധാനത്തോടെ ഉദ്ഖുലൂ ജന്നത റബ്ബിക്കും അല്ലേ, എങ്ങനെ ആമിനീൻ മുത്മയിന്നായി യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായെങ്കിലും സമാധാനത്ത് നിൽക്കണ ഒരു മനസ്സായിട്ട് ഇങ്ങനെ കാരണം അങ്ങനത്തെ ആൾക്ക് ഈ സ്വർഗത്തിലേക്ക് വിളി വരും എന്നുള്ള അത് ആ ഗൗരവത്തിൽ നമ്മൾ എന്നും ആലോചിക്കാനുള്ള പ്രചോദനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. റബ്ബേ, അവിടുന്ന് തെറ്റിപ്പോകരുത് റബ്ബേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ദുആ ചെയ്യണം, നിരന്തരമായി ദുആ ചെയ്യണം. നമ്മളെ കുടുംബത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവരുമായി ഉള്ള ബന്ധം ഊഷ്മളമാക്കണം. വാപ്പയുമ്മയുമായുള്ള ബന്ധം ഊഷ്മളമാക്കണം. അതുപോലെ എല്ലാവരുമായുള്ള ബന്ധം ഊഷ്മളമാക്കണം. മാന്യമായി ജീവിക്കണം. പരമാവധി വിശ്വാസത്തിന്റെ ബലത്തിൽ ജീവിച്ചു പോകണം. എല്ലാവരുടെയും കഷ്ടപ്പാട് ദൂരീകരിക്കാൻ കഴിയുന്നത്ര ചെയ്യണം. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇഹലോക ജീവിതം ധന്യമാക്കി തരട്ടെ, സംതൃപ്തമാക്കട്ടെ. ആപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വല്ലതും വന്നാൽ ക്ഷമയോടെ അത് അല്ലാഹുവിന്റെ തീരുമാനമാണെന്ന് ഉറച്ചു നിൽക്കാനും മനസ്സ് അല്ലാഹുവിൽ ചേർത്ത് നിർത്താനുമുള്ള ഒരു മാനസികമായ ശക്തിക്ക് അല്ലാഹു പ്രചോദനം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ.